ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം നടത്തും. തെരുവിൽ അന്തിയുറങ്ങുന്ന നിരാലംബർക്കാണ് ഓണക്കോടി വിതരണം ചെയ്യുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. തെരുവിൽ അന്തിയുറങ്ങുന്ന നിരാലംബർക്കാണ് ഓണനാളുകളിൽ വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഇതാ തുണിക്കട 17 വർഷത്തെ ഒരു പാരമ്പര്യ ഹരിപ്പാട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ്. ഈ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുന്നതാണ്. നമുക്കൊക്കെ പുത്തൻ കോടികളൊക്കെ മേടിക്കുവാൻ പണമുണ്ട്. എന്നാൽ വളരെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, കുടുംബങ്ങൾ ഈ തെരുവിലൊക്കെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നവർ, അവർക്ക് കള്ളുപിടിക്കാൻ പൈസ ഉണ്ട്. അപ്പൊ കള്ളുടിയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയരുത്. പക്ഷെ അവരുടെ വസ്ത്രം കാണുമ്പോൾ നമുക്ക് എല്ലാം തെറ്റും കുറ്റങ്ങളും ഉള്ളവരല്ലേ, എല്ലാം തികഞ്ഞവരാരും ഇല്ലല്ലോ. ഓണത്തിന് ഈ ഓച്ചറ മുതൽ ഹരിപ്പാട് വരെ, ഓച്ചറ അമ്പലത്തിലും ഇരിക്കുന്ന കുറേയധികം ഈ ഭിക്ഷാടനത്തിനും അല്ലാതെ അനാഥമായി വന്നിരിക്കുന്ന കുറെ അധികം ആൾക്കാർ. ഞാൻ ഈ ഓച്ചറ അമ്പലത്തിലേക്ക് വല്ലപ്പോഴും വൈകിട്ട് സമയത്ത് ഉണ്ണിക്കാവിലും നക്ഷത്രക്കാവാന്ന് കുറെ മരങ്ങളൊക്കെ വെച്ച് PR മഹേഷിന്റെ നേതൃത്വത്തിൽ ചെയ്തതാണ്. അവിടെയൊക്കെ പോയിരിക്കാറുണ്ട്. വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ വളരെ ഈ ഉപേക്ഷിക്കപ്പെട്ട പലരെയും പരിചയപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ടെത്തി അവർക്ക് വസ്ത്രങ്ങൾ ഇത്രയല്ല, ഞങ്ങൾ 100 കൈലി വാങ്ങുന്നുണ്ട്. പിന്നെ കുറെ വസ്ത്രങ്ങൾ ഇപ്പം തിരുപ്പൂർ എന്നൊരു കൊച്ചു കടയുണ്ട്. ആ അച്ഛനാണ് അന്ന് തുടങ്ങിയത്. നമ്മുടെ കുമാരപുരം നിൽക്കുന്നപ്പോഴ ശൈലേന്ദ്ര കുറെ വസ്ത്രങ്ങൾ തരാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു ചലഞ്ചായിട്ട്, വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണ്. ഉത്രാടത്തിന്റെ മുമ്പത്തെ ദിവസം ഈ ഭാഗത്തുള്ള എല്ലാവർക്കും തുണി വിതരണം ചെയ്യണം. ഇത്രയല്ല, കുറേയേറെ തുണികൾ ഇനിയും തരാനുണ്ട്. ചുരിദാറും ഷർട്ടുകളൊക്കെ ഇനിയുണ്ട്. ഇത് കുറച്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് തന്നെ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ആൾക്കാർ കൊടുക്കാൻ എളുപ്പമുണ്ട്. ഈ ഒരു ഉദ്യമത്തിലും നിങ്ങളെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവണം. നിങ്ങൾക്കും വാങ്ങിത്തരാം. കൈലിയും തോർത്തും സാരിയും ഒക്കെ തരാം. നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ചെറിയൊരു പങ്ക് നമുക്ക് മറ്റുള്ളവനെ കരുതുവാൻ, അവിടെയാണ് ഓണം. ആ ഒരു തുല്യതയാണ്, ആ ഒരു പങ്കാളിത്തമാണ്, ആ കൊടുക്കലും വാങ്ങലുമാണ് ഓണത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓച്ചിറ മുതൽ ഹരിപ്പാട് വരെയുള്ള സ്ഥലങ്ങളിലാണ് ഓണക്കോടികൾ വിതരണം ചെയ്യുന്നത്. ഓച്ചിറ ക്ഷേത്രത്തിലും അന്തേവാസികൾക്ക് ഓണക്കോടികൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി നിരവധി പേർ ഓണക്കോടികൾ തന്ന് സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.